പ്രവാസികൾക്ക് ഗൾഫിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ എവിടെ നിന്ന് വന്നാലും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രവാസിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ഇട്ടാൽ അത് 15 ദിവസം കഴിഞ്ഞാണെന്ന് പറഞ്ഞാലും ജോയിന്റ് RTO അല്ലെങ്കിൽ RTO കണ്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിത്തരാൻ ഇപ്പോൾ തന്നെ ഉത്തരവുണ്ട്. അതിനാരെങ്കിലും ചെയ്യാൻ മടിച്ചാൽ, ഈ അനന്തപുരി കൂട്ടായ്മയാണ് പറയുന്നത്, അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്യാൻ മടിച്ചാൽ നിങ്ങൾ ഇതിന്റെ ഭാരവാഹികൾ അറിയിക്കുക. ഇതിന്റെ ഭാരവാഹികൾക്ക് എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്യാമിന്റെ നമ്പർ അറിയാം. നേരെ വിളിച്ചു പറഞ്ഞോളാം, ചെയ്യാത്ത ഉദ്യോഗസ്ഥന് പേര് നടപടി ഉണ്ടാകും. ചെയ്തിരിക്കും. നിങ്ങൾ ജോയിന്റ് RTO കാണാം അല്ലെങ്കിൽ RTO കാണാം. അവരെ കണ്ടാൽ അവർക്ക് ഇത് മുമ്പോട്ടാക്കാൻ അധികാരമുണ്ട്. പ്രവാസികൾക്ക് ഒരു ദിവസം ടെസ്റ്റ് നടക്കുന്നതിൽ 5 സ്ലോട്ട്, അതായത് 40 ടെസ്റ്റാണ് നടക്കുന്നത്. അതിൽ 5 സ്ലോട്ട് പ്രവാസികൾ, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന, ഇന്ത്യക്ക് അകത്താണെങ്കിലും പുറത്ത്, അവർക്ക് വേണ്ടി 5 സ്ലോട്ട് എല്ലാ ദിവസവും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെന്തിനാണ് ആശങ്കപ്പെടുന്നത്? അങ്ങനെ ഉത്തരവുണ്ട്. ആരെങ്കിലും ആ ഉത്തരവിൽ തടസ്സപ്പെടുത്തിയാൽ നിങ്ങളുടെ സംഘടനയെ അറിയിക്കുക, സംഘടന നേരെ എന്റെ ഓഫീസിൽ അറിയിക്കുക, ഞങ്ങൾ ഇടപെട്ടോളാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങളുടെ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ, ആപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അവിടെ വരുമ്പോൾ പിന്നെ മാത്രമല്ല, പ്രവാസികൾക്ക് വേണ്ടി ഫേസ്ലെസ് വീട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യണം, ഫേസ്ലെസ് ആപ്ലിക്കേഷൻ ഉണ്ട്. അല്ല, നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ലെസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വാഹന സൈറ്റിൽ കയറാം. പരിവാഹൻ എന്നൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സാരഥി എന്നൊരു ഭാഗമാണ് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് വരുന്നത്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ട അപേക്ഷ കൊടുക്കുക. പിന്നെ പുതിയതായി ഇവിടെയുള്ള ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അവരൊന്ന് ഓടിച്ച് കാണിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഗൾഫിലെ ലൈസൻസ് ഉള്ളവർ നാട്ടിൽ വരുമ്പോൾ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് കാണിച്ചാൽ മതി. വേറെ ഒന്നും എടുക്കണ്ട. ആ പരിപാടികളൊന്നുമില്ല. ലേണേഴ്സിന് പോകേണ്ട കാര്യമില്ല. പിന്നെ പുതുക്കാൻ ഒരു കാര്യം പറയാം. പുതുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അപേക്ഷ ഇട്ടാലും മതി. 1 വർഷത്തിനകത്താണെങ്കിൽ 1 പൈസയും കൊടുക്കണ്ട. 1 വർഷം കഴിഞ്ഞു പോയാൽ പൈസ കൊടുക്കണം. 5 വർഷം കഴിഞ്ഞു പോയാൽ നിങ്ങൾ രണ്ടാമത് ഒന്നാമത് ടെസ്റ്റ് എടുക്കേണ്ടി വരും. ഈ H മുതൽ അങ്ങോട്ട് എടുക്കേണ്ടി വരും. ലേണേഴ്സ് തൊട്ട് എടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷേ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കി വെച്ചോളൂ. കാലാവധി തന്നാൽ ആദ്യത്തെ 1 വർഷം ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് 6 മാസത്തിൽ അപേക്ഷിക്കാം. 1 പൈസയും അഡീഷണൽ ആയിട്ട് കൊടുക്കണ്ട. ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ആ സൈറ്റിൽ കയറി നോക്കണം. പരിവാഹൻ സൈറ്റിൽ നോക്കി